എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് ആണ്. പുഴുങ്ങിയ മുട്ടയും സാധാരണ നമ്മൾ ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു മുളകും വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മുട്ട നല്ല പോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ നല്ല പോലെ തന്നെ വേവിച്ചിട്ടെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ 2 സവാള ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മുളക് ബജി ഉണ്ടാക്കാൻ എടുക്കുന്ന ഈ ഒരു മുളകും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. സവാള നമ്മൾ നന്നായിട്ട് തന്നെ ഇതിലേക്ക് വഴറ്റിയെടുക്കേണ്ടതാണ്. സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് നല്ല പോലെ തന്നെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. പൊടികളുടെ ഒരു പച്ചച്ചൊവി ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. വെള്ളം നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ആ ഒരു എരിവ് നോക്കിയിട്ട് കുറച്ചും കൂടി എരിവ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മാത്രം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് അളവിൽ കടലമാവാണ് കേട്ടോ എടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അളവെപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ 1 ഗ്ലാസ് കടലമാവ് വളർന്നിട്ടെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവത്തില്ല, പക്ഷെ നല്ലൊരു കളർ ഉണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. സാധാരണ നമ്മൾ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാറില്ലേ, ആ ഒരു കട്ടിക്ക് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മാവ് ഒരുപാടങ്ങ് ലൂസായിട്ട് പോകരുത്, അത്യാവശ്യം ഒരു കട്ടിക്ക് തന്നെ വേണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ അരിപ്പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തല്ലോ, അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ മാവൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്ന മുട്ടയെ ആ ഒരു മഞ്ഞക്കരി ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒരു 5 6 ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മുട്ട ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മുളക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞൊന്ന് കീറി കൊടുക്കാം. ആ ഒരു അറ്റം വരെ നമ്മൾ അത്രയും അങ്ങ് വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ മുളക് നമ്മളൊന്ന് വരഞ്ഞൊന്ന് കീറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആ ഒരു ഉള്ളിയുടെ ഒരു ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ഒരു 2-2.5 ടീസ്പൂണോളം ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ട 2 എണ്ണം കൂടെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഇത്രയുള്ള കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ മുളകും കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ ഈ ഒരു മുളക് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന ഒരു സമയത്ത് ഈ ഒരു മുളകിൻ്റെ ഉള്ളിൽ ഈ ഒരു കുരുവില്ലേ, ചില മുളകിനൊക്കെ നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ നല്ല എരിവായിരിക്കും, പക്ഷെ ചില മുളകിന് അധികം എരിവും ഉണ്ടാവത്തില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മുളകിന് അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കുരു അങ്ങ് എടുത്ത് കളയുന്നില്ല. അത്യാവശ്യം നല്ല എരിവുള്ള ബജിമുളകാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു കുരു കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ബജിമുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു കുരു കളയാത്തത്. അപ്പോൾ എല്ലാ മുളകിലും ഞാൻ ഇതുപോലെ ഉള്ളിയുടെ ഒരു ഫില്ലിങ്ങും മുട്ടയും വെച്ചൊന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 4 മുട്ടയാണ് പുഴുങ്ങി എടുത്തിരുന്നത്, പക്ഷേ എനിക്ക് 7 ബജിക്ക് ഒരു 2 മുട്ടയുടെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഈ ഒരു മുളകെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മാവിലേക്ക് മുക്കിയിട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം, പക്ഷെ ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു മാവൊക്കെ നന്നായിട്ട് വെന്ത് ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ മുളകും ഈ ഒരു മാവിൽ മുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബജിക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു മുളകിനുള്ളിൽ മുട്ട നിറച്ചിട്ടുള്ള ഈ ഒരു ബജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പപ്സിൻ്റെ ഒരു ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പുറമേ സാധാരണ ബജിക്ക് ഉണ്ടാക്കുന്ന ഒരു മാവും നല്ല ചൂട് ചായയുടെ ഒപ്പം സോസും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.